വരുന്നു. കാണത്തില്ലല്ലോ, ഒരു പുത്രൻ നിൽപ്പുണ്ട്. കഴിഞ്ഞ മാസം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇവനെ ഒന്ന് ക്യാമറയിൽ കാണിച്ച കുഞ്ഞാപ്പിനെ, കുഞ്ഞാപ്പി ഒരു അനുഗ്രഹത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ മാസം പിള്ളേരെല്ലാം കളിച്ചുകൊണ്ടിരുന്നപ്പം കുഞ്ഞുഞ്ഞ ഹോവർ ബോർഡിൽ നിന്നൊന്ന് വീണിട്ട് അവൻ്റെ ടാറിട്ട റോഡിൽ തലയടിച്ച് വീണു. അന്ന് രാത്രിയിൽ അവന് 2-3 പ്രാവശ്യം ഛർദ്ദിച്ചു. പക്ഷെ നമ്മൾ ചോദിക്കുന്നതിനെല്ലാം അവൻ കറക്റ്റായിട്ടൊക്കെ ആൻസറൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നേരം വെളുത്ത് രാവിലെ ആയപ്പം സിറ്റുവേഷൻ എല്ലാം മാറി. അവന് ഒത്തിരി സമയം ഇങ്ങനെ വൊമിറ്റ് ചെയ്യുക, വീണ്ടും ഡ്രൗസിനെസ് ആയിട്ട് ഇങ്ങനെ കിടക്കുക, അങ്ങനെ വൊമിറ്റ് ചെയ്യുക. അങ്ങനെ അപ്പം ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം അവർ പറഞ്ഞു ഇവൻ്റെ ഏജ് കൺസിഡർ ചെയ്ത് ഇവനെ CT സ്കാൻ ചെയ്യണം. അപ്പോഴും അവൻ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഓർത്ത് ആരോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടും, പേരൻസിനെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ അവർ വിഷമിക്കുമല്ലോ എന്ന് ഓർത്തപ്പം ഞാൻ വേഗം ഷൈജു അച്ഛനെ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു അച്ഛൻ്റെ കുർബാനയിൽ കുഞ്ഞുഞ്ഞിനെ ഇന്നൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അത് അപ്പം തന്നെ ഫുൾ ടൈമേഴ്സിൻ്റെ ഗ്രൂപ്പിൽ അച്ഛൻ ആ മെസ്സേജ് ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് അപ്പം അവരെല്ലാവരും കുഞ്ഞുഞ്ഞിന് വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. കുറേ പേരെല്ലാം എനിക്ക് മെസ്സേജ് ഇട്ടു, ഫുൾ ടൈമേഴ്സ്. അത് കഴിഞ്ഞ് CT സ്കാൻ ഇവനെ കൊണ്ടുപോയപ്പോഴും അവന് ടയേർഡായിട്ടാണ് പോകുന്നത്. CT സ്കാൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം അങ്ങോട്ട് പോയ ഒരു കുഞ്ഞായിട്ടല്ല അവൻ തിരിച്ചു വരുന്നത്. അവന് ആക്റ്റീവായിട്ട് പഴയതുപോലെ എല്ലാം കളിച്ച് ഒരു കുഴപ്പമുള്ള ഒരു കൊച്ചായിട്ട് അവനെ കണ്ടാൽ പറയത്തില്ല, നോർമലായി മാറി. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നമ്മളുടെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ആ അത്ഭുതത്തെ സാക്ഷ്യപ്പെടുത്താനായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട് ലിജോഷ് ആൻഡ് ഫാമിലി ഒരു സ്കോട്ട്ലൻഡിൽ നിന്നാണ് എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേക്ക് വരും. ലിജോഷ് ഇവിടെയുണ്ട്, അദ്ദേഹം കൊയറിലുണ്ട് ഇവിടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇവിടെ ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് വിശുദ്ധുർബാന അർപ്പിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് ഇവരുടെ മെസ്സേജ് വന്നതിൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ വിശുദ്ധുർബാനെ പ്രാർത്ഥിക്കുന്നു, ടീമുകൾ മുഴുവനും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവ് ഇടപെടുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മരുന്നോ ലേപനമോ അല്ല, കർത്താവിൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തുന്നത്. അതാണ് യാക്കോബ് ലേഖനം 5:16 പറയുന്നത്, വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് ഇടപെടും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമ്മുടെ കുടുംബം